ഹലോ ചെങ്ങമായിരുന്ന അടിപൊളി വീഡിയോ കേട്ടോ. അത് നമ്മൾ ഗ്രില്ലില്ലാതെ ചിക്കൻ എങ്ങനെ ചുടാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്നാലും ഏകദേശം സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞുതരാം, എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടിയതെന്ന്. അപ്പോൾ നമുക്ക് ഫുൾ ചിക്കൻ വേണം, കട്ട് ചെയ്യാത്ത നല്ല വൃത്തിയാക്കിയ ഉള്ളിൽ ക്ലീനാക്കിയ ഒരു ഫുൾ ചിക്കൻ. നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട ഒറ്റത് മണ്ണുകൊണ്ടൊന്നാക്കി വിൽക്കണം. ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങളെന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു ഫുൾ ചിക്കൻ ഉണ്ട്, ക്ലീനാക്കിയ ഫുൾ ചിക്കന്. അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ ഒഴിവാക്കിയ ഫുൾ ചിക്കൻ. അത് മസാല പറ്റിയ കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതിലേക്ക് വേണ്ട കാര്യങ്ങൾ, അതിനപ്പോൾ വേണ്ട മസാലകൾ വെച്ചാൽ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുറച്ച് കാശ്മീരി ചില്ലി. ഇത്ര പൊടികളാണ് നമുക്ക് അതിന് ആവശ്യം. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് കുറച്ചാണ്, കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ് ഒക്കെ പാടെ മിക്സാക്കിയിട്ട് നല്ല മസാല പരത്തി വെക്കുക. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇടാണ്ട് അകത്ത്, അതായത് കുറച്ച് സവാള അരിഞ്ഞതും ടൊമാറ്റോ അരിഞ്ഞതും, പിന്നെ പച്ചമുളക്, മല്ലിച്ചപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് മസാല കൊണ്ട് ഡയറക്റ്റ് തന്നെ ഫില്ലാക്കുക. മസാല ഉള്ളിൽ നോർമൽ മസാല വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒക്കെ ഫില്ലാക്കി റെസ്റ്റ് വെച്ചതിൻ്റെ ശേഷം പിന്നെ നമുക്ക് അലൂമിനിയം ഫോയിലാണ്. ഫോയിലിൽ നന്നാക്കി റെസ്റ്റ് വെച്ചതിന് ശേഷം നല്ലപോലെ പൊതിഞ്ഞ് വെക്കുക. ആദ്യം വാഴൻ്റെലാണ്, വാഴൻ്റെലയിൽ പൊതിഞ്ഞാണ്ട് പിന്നെ അലൂമിനിയം ഫോയിലിൽ പൊതിയാണ് വേണ്ടത്. അങ്ങനെ പൊതിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മണ്ണ് പറ്റണം. ചിലർക്ക് എന്തിനാണ് മണ്ണ് പറ്റണത്? മണ്ണ് പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുപ്പൊക്കെ ഇടുമ്പോൾ അലൂമിനിയം ഫോയിലും കൂടി കത്താനുള്ള സാധ്യത ഉണ്ട്, കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് ചിക്കന്. അതില്ലാതെക്കാനാണ് നല്ല ചളി മണ്ണ് മൊത്തമായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ അടുപ്പൊക്കെ വെക്കുന്നത്. അടുപ്പൊക്കെ വെച്ച് നന്നൊരു 1/4-3 മണിക്കൂർ നന്നായിട്ട് കത്തിക്കുക. കത്തിച്ചതിന് ശേഷമാണ് നമ്മളത് ഓപ്പൺ ആക്കേണ്ടത്. ആ വീഡിയോ നമ്മൾ കാണിച്ചു തരാം. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇങ്ങനതൊക്കെ ചെയ്യണം നമ്മൾ അളിയനാട്ടോ, അളിയന്മാരാണ്. ചെറിയ അളിയന് വലിയ അളിയൻ എല്ലാവരും ഉണ്ട്. ഒന്നിച്ച് പെങ്ങന്മാരോടെ എടുത്തൊരു വീഡിയോ ആണ്, കുറേ മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അതാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അതായത് ഫുൾ ഓപ്പൺ ആക്കി ക്ലിയറായി. ഈ ചിക്കൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, എത്ര ചൂടായാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. അടിപിടിക്ക് കരി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ബിരിയാണിയോ മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടച്ചിങ് സൈറ്റ് അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ. ഓക്കെ.